ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമായ പാലൂസിനെ ഞാൻ അമ്മമ്മേൻ്റെ അടുത്താക്കിയിട്ട് രാവിലെ തന്നെ ഒന്ന് മുറ്റത്തു കൂടെ ഒക്കെ നടക്കുകയാണ് കേട്ടോ. എന്നും രാവിലെ അമ്മ പോകുന്നതും കൊണ്ട് എഴുന്നേറ്റ് അവളെ പല്ല് തേപ്പിക്കുന്ന പരിപാടിയൊക്കെ എനിക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എല്ലാം അമ്മാമേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സജിയേട്ടൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉത്സവത്തിന് പോയതായിരുന്നു. അപ്പൊ അവക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ചുറ്റുവള കൊണ്ടു കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോപ്പില്ലെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മെയിനായിട്ട് ചോപ്പ് വളയായിട്ടാണ് ഇന്ന് സജിയേട്ടൻ വന്നത്. ഞാൻ വന്നേ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മേനോട് വരാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇന്നാണ് ഇവിടെ എത്തിയത്. പാലൂസിനെ ഇവരെ രണ്ടിടത്തും ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു വന്നേ. പിന്നെ പാലൂസിനെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണേ. ഒരുപാട് റിബൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ മുടിയൊന്ന് കെട്ടിക്കൊടുത്തതാണേ. പാലൂസിന് മുടി കെട്ടിയിട്ട് രസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോൾ 2 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കിത് മുറിച്ച് നോക്കാം. നീലമാങ്ങയാണ് കേട്ടോ ഇത്. പക്ഷെ ഇത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, പച്ചയായിരുന്നു ഒരു ഭാഗം. പാലൂസിന് ഈ കൊല്ലം ആദ്യമായിട്ട് കിട്ടിയ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കളഞ്ഞൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല പച്ച മാങ്ങ കഴിക്കുന്ന പോലെ പാലൂസ് നല്ല എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയത്. സപ്ലൈ ഒക്കെ നമ്മുടെ പാലൂസ് തന്നെയാണ് കേട്ടോ. ഒരു കഷ്ണം അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നലത്തെ ചക്കേന്റെ ബാക്കി വീട്ടിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവര് രണ്ടും കൂടെ ചക്കയുടെ പണിയാണേ. നല്ല ചൂടല്ലേ, അപ്പൊ ഓരോ കഷ്ണം വത്തക്കായാലോ. പാലൂസിന് നമ്മൾ ഡെയിലി ഓരോ ഗ്ലാസ് ജ്യൂസ് കൊടുക്കാറുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അവക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത് ഞാൻ അടുത്ത പണിയിലേക്ക് പോയിട്ടോ. നമ്മുടെ രഞ്ജുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഫേസ് പാക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ അമ്മയും കൂടെ ചക്ക, മീൻ പൊരിച്ചത്, മീൻകറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അത് കഴിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കാണ് കേട്ടോ നമ്മുടെ കട്ടിപ്പാറ അമ്പലത്തിലെ ഉത്സവമാണ്. അവിടെ ഗാനമേള ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പോയി കേട്ടോ. കല്യാണത്തിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്നവരെല്ലാം നമ്മളെ കല്ലോട്ടുകാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉഷാറാണ് പരിപാടി. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉള്ളതൊക്കെ അറിയാം. പക്ഷെ ഇങ്ങോട്ട് വരണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പെട്ടെന്നായിരുന്നു. ഇവിടെ വന്നേ കൊണ്ട് കുറെ നാളായിട്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണാൻ പറ്റി കേട്ടോ. അപ്പൊ ഐ ആം സോ ഹാപ്പി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ.